വിവാദത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇക്കഴിഞ്ഞ ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്തത് തലസ്ഥാനത്തെ MLA കൗൺസിലർ പോരാണ്. ഇപ്പോൾ അത് മറ്റൊരു തലത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അത് ഓഫീസ് പോരിൽ നിന്ന് ബോർഡ് പോരിലേക്ക് വരുന്നു. ഇപ്പോൾ എനിക്കൊപ്പം ഇക്കാര്യങ്ങൾ വിശദമായി വിശദീകരിക്കാൻ വട്ടിയൂർക്കാവ് MLA PK പ്രശാന്ത് ചേരുന്നു. സ്വാഗതം. നമസ്കാരം. യഥാർത്ഥത്തിൽ കൗൺസിലറും MLAയും തമ്മിൽ പോരുണ്ടോ? അത് താൽക്കാലികമായിട്ടാണെങ്കിലും അതൊരു ഓഫീസ് വിവാദം ആയിട്ടാണ് ചർച്ചയായത്. ഇന്നിപ്പോൾ അതൊരു ബോർഡ് പോരിലേക്ക് മാറുന്നു. യഥാർത്ഥത്തിൽ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം അതൊന്ന് വിശദീകരിക്കാം. അല്ല, അങ്ങനെ ഒരു പോരില്ല. ഇപ്പോൾ വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ 25 കോർപ്പറേഷൻ വാർഡുകളുണ്ട്. അപ്പോൾ ഈ 25 വാർഡുകളിലും ഞങ്ങൾ MLA എന്ന നിലയിൽ കൗൺസിലർമാരെ സഹായിക്കുന്ന ഒരു ജോലി കൂടി ചെയ്യുകയാണ്. അപ്പോൾ നഗരസഭയുടെ റോഡുകൾ MLA ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. നഗരസഭയുടെ ആസ്തികൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ കണക്ക് പരിശോധിച്ചപ്പോൾ ഏതാണ്ട് 33 കോടി രൂപ കഴിഞ്ഞ 7 വർഷക്കാലം കൊണ്ട് നഗരസഭയുടെ ആസ്തികളാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? കൗൺസിലർമാർക്ക് സഹായകരമായ നിലയിലാണ് MLAയും പ്രവർത്തനം നടത്തുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു പോരില്ല. അപ്പോൾ ഇവിടെ കഴിഞ്ഞ 7 വർഷമായിട്ട് കൗൺസിലറുടെ ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്. മുൻ കൗൺസിലർമാർ നന്നായിട്ട് തന്നെയാണ് പ്രവർത്തനം നടത്തുന്നത്. അവർക്കൊന്നും ഉണ്ടാകാത്ത പ്രശ്നം എന്തുകൊണ്ട് ഇവിടെ ഈ പുതിയ കൗൺസിലർക്ക് ഉണ്ടാകുന്നു എന്നുള്ളൊരു ചർച്ചയപ്പെടാൻ അല്ല, ഞാൻ ചോദിക്കുന്ന അങ്ങനെയല്ല. അപ്പോൾ ആ കഴിഞ്ഞ 7 വർഷം ഇവിടെ കൗൺസിലർമാർ പ്രവർത്തനം നടത്തിയതുപോലെ പുതിയ കൗൺസിലറും പ്രവർത്തനം നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഒരു ബോർഡ് വെച്ചു. അതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ മുൻ കൗൺസിലർമാർ നടത്തിയതുപോലുള്ള നല്ല ഇടപെടൽ പുതിയ കൗൺസിലർക്ക് നടത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഇത് നമുക്കറിയാം, ഒരു ചെറിയ ഓഫീസാണ്. അപ്പോൾ ഒരു MLA ഓഫീസാകുന്ന സമയത്ത് ജനങ്ങൾക്ക് വരണം, അവരുടെ കാര്യങ്ങൾ MLAയുമായി സംസാരിക്കണം. അതിന് അത്യാവശ്യം കുറച്ച് സ്ഥല സൗകര്യങ്ങളും ഒക്കെ തന്നെയും വേണം. അങ്ങയെ സംബന്ധിച്ചിടത്തോളം അങ്ങ് താമസിക്കുന്നത് കഴക്കൂട്ടത്താണ്. അപ്പോൾ ശാസ്ത്രമംഗലം തിരുന്നാൽ മാത്രമേ ഈ ഭാഗത്ത് വട്ടിയൂർക്കാവ് ഭാഗത്തേക്കുള്ള ആളുകൾക്കൊക്കെ തന്നെയും വരാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ പുതിയ കൗൺസിലർ ഇവിടെ വന്ന് ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞ സമയത്ത് എന്തായിരുന്നു മറുപടി അങ്ങയുടെ? ഇല്ല, ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് വട്ടിയൂർക്കാവിൽ തന്നെയാണ്. അതെ, കഴക്കൂട്ടത്ത് കുടുംബ വീടാണ്. അപ്പോൾ ഞാനിവിടെ MLA ആയപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ജനങ്ങൾക്ക് കുറച്ചുകൂടി എന്നെ ലഭ്യമാകണമല്ലോ, MLA ലഭിക്കണമല്ലോ. അപ്പോൾ അതിന് സൗകര്യമുള്ള നിലയിൽ മരുതൻകുഴിയിൽ ഞാൻ വീട് നമ്മുടെ നിയമസഭയുടെ ലോൺ പ്രയോജനപ്പെടുത്തി വാങ്ങി ഇപ്പോൾ അവിടെയാണ് ഞാനും കുടുംബം താമസിക്കുന്നത്. അപ്പോൾ അത് ജനങ്ങളെ കരുതിയിട്ടാണ്. ഇപ്പോൾ വട്ടിയൂർക്കാവ് MLA കാണണമെങ്കിൽ കഴക്കൂട്ടത്ത് പോകേണ്ട ഒരു സ്ഥിതി ശരിയല്ലല്ലോ. ഞാൻ അങ്ങനെയാണ് ചിന്തിച്ചത്. മറ്റു പല ആളുകളുമൊക്കെ അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ ഏതാണ്ട് 6ഓളം മറ്റ് ജനപ്രതിനിധികൾ താമസിക്കുന്നുണ്ട്. അപ്പോൾ അത് അവരുടെ താല്പര്യമാണ്. ഞാൻ അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് താമസം അന്ന് തന്നെ മാറ്റി. ആ സമയത്ത് തന്നെ മാറ്റി. ഇപ്പോൾ മരുതൻകുഴിയിലാണ് എൻ്റെ താമസം. കൂട്ടാമ്പുള റെസിഡൻസ് അസോസിയേഷൻ മേഖലയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ 7 വർഷമായിട്ട് കൗൺസിലർ ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന MLA ഓഫീസ് നേരത്തെ അങ്ങനെ ഒരു ഓഫീസ് ഇല്ല. അപ്പോൾ ഇത് ഞാൻ മേയറായിരിക്കുന്ന സമയത്താണ് ഈ കെട്ടിടം നിർമ്മിക്കുന്നത്. അപ്പോൾ ബൈ ഇലക്ഷനിൽ 2019 മത്സരിക്കുന്ന വേളയിലാണ് MLA ഹോസ്റ്റലിലെ റൂം ബൈ ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ ബാക്കി എല്ലാ റൂമുകളും താഴത്തെ നിലയുള്ള റൂമുകളൊക്കെ മറ്റ് സാമാജികർക്ക് ലഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ബൈ ഇലക്ഷനിൽ വന്നപ്പോൾ റൂമില്ല യഥാർത്ഥത്തിൽ. അങ്ങനെ സ്പീക്കറുടെ കൈവശം വരുന്ന 2 റൂമുകളാണ് MLA എന്നതിൽ എനിക്ക് അലോട്ട് ചെയ്തത്. അപ്പോൾ ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഒരു നില കയറി വേണം ഈ സ്ഥലത്തേക്ക് ചെല്ലാൻ. അപ്പോൾ ഞങ്ങൾ അന്നും ആലോചിച്ചത് തന്നെയാണ്, ജനങ്ങൾക്ക് കൂടുതൽ എളുപ്പത്തിൽ വരാൻ കഴിയുന്ന ഒരു സ്ഥലം നോക്കണം എന്നുള്ളൊരു തിരച്ചിലിൻ്റെ ഭാഗമായിട്ടാണ് ഈ മുറി കണ്ടെത്തുന്നത്. അപ്പോൾ ഇതൊരു തുറന്ന ഹാളായിരുന്നു. അപ്പോൾ അന്നിരുന്ന കൗൺസിലറാണ് സജസ്റ്റ് ചെയ്തത് ഇവിടെ ഒരു പാർട്ടീഷൻ കൊടുത്ത് നമുക്ക് ഈ മുറി ഉപയോഗപ്പെടുത്താം. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ആളുകൾക്കും വളരെ എളുപ്പമാണ്. വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിലെ എല്ലാ വിഭാഗം, ഇപ്പോൾ കാച്ചാണി മുതൽ നമുക്ക് ആളുകളുണ്ട്, വലിയ വിള പ്രദേശമുണ്ട്, പട്ടം പ്രദേശമുണ്ട്. അപ്പോൾ എല്ലാവർക്കും വാഹന ഗതാഗത സൗകര്യമുള്ള താഴത്തെ നിലയിലുള്ള ഒരു കേന്ദ്രം വേണം എന്ന് തീരുമാനിച്ചിട്ടാണ് ഇവിടെ ഓഫീസ് തുറന്നത്. 7 വർഷവും ആളുകൾ ഈ സൗകര്യം പ്രയോജനപ്പെടുത്തി. 100 കണക്കിന് ആളുകളാണ് ഈ ഓഫീസുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നിർവഹിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അടക്കം ഏറ്റവും കൂടുതൽ ആളുകൾക്ക് നൽകിയത് നമ്മുടെ ഈ ഓഫീസിൻ്റെ സേവനം പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പോൾ ആളുകൾക്ക് വളരെ പ്രയോജനകരമായ ഒന്നാണ്. അത് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു, അത്രയേ ഉള്ളൂ. കെട്ടിട വിവാദം ഇത് ഒരു അനാവശ്യ വിവാദമായി മാറിയിരുന്നു എന്ന് ഏതെങ്കിലും ഘട്ടത്തിൽ തോന്നിയിരുന്നു? അല്ല, തീർച്ചയായിട്ടും. ഞാൻ ആദ്യം മുതൽ പറഞ്ഞൊരു കാര്യം അതാണ്. കഴിഞ്ഞ 7 വർഷമായിട്ട് 2 കൗൺസിലർമാർ ഇവിടെ അവരുടെ ഓഫീസ് പ്രവർത്തിപ്പിച്ചിരുന്നു. ഞാനും ഇവിടെ MLA ഓഫീസിൽ പ്രവർത്തിച്ചിരുന്നു. രണ്ടിടത്തും വരുന്നത് ജനങ്ങളാണ്. അപ്പോൾ അവരുടെ കാര്യങ്ങളാണ് ഈ ഓഫീസ് മുഖാന്തരം നിർവഹിക്കപ്പെടുന്നത്. അപ്പോൾ അതിൽ യാതൊരുവിധ അസ്വസ്ഥതയും ഞങ്ങൾക്ക് നേരത്തെ BJPയുടെ കൗൺസിലർ തന്നെ 5 വർഷക്കാലം ഇവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. അതിന് മുമ്പിരുന്ന LDFിൻ്റെ കൗൺസിലർക്ക് ഉണ്ടായിരുന്നില്ല.
അപ്പോൾ ആ നിലയിൽ ഒരു അനാവശ്യമായിട്ടുള്ള ചർച്ചയായിപ്പോയി എന്നുള്ളതാണ് ഞാൻ ആദ്യമേ ഉയർത്തിയത്. ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത്. എന്നെ സംബന്ധിച്ച് ഇവിടുത്തെ കൗൺസിലറുടെ ഓഫീസ് അവിടെ പ്രവർത്തിക്കുന്നു എന്നതുകൊണ്ട് ഒരു പ്രയാസവുമില്ല. എൻ്റെ നിയോജക മണ്ഡലത്തിലെ ഒരു വാർഡ് തന്നെയാണ് ഇതും. അപ്പോൾ ഇവിടെ വരുന്ന ആളുകൾ എൻ്റെയും ആളുകളാണ്. അപ്പോൾ അതിൽ പരസ്പരം സമചിത്തതയോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയണമായിരുന്നു. ഒരു അനാവശ്യ വിവാദമായിരുന്നു ഉണ്ടായത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ആർ ശ്രീലേഖ ഈ മുറി അനുവദിച്ചെടുത്തതിന് പിന്നാലെ അവിടെ ഒരു ബോർഡ് സ്ഥാപിച്ചു. ഇപ്പോൾ നേരത്തെ കെട്ടിട വിവാദമാണ് വലിയ തോതിൽ ചർച്ചയായിരുന്നെങ്കിൽ ആ വിവാദം ഇപ്പോൾ ബോർഡിലേക്ക് കൂടി എത്തുന്നു. അല്ലേ, എന്നെ സംബന്ധിച്ചൊരു വിവാദമില്ല. കൗൺസിലറുടെ ഒരു ബോർഡ് അവിടെ വെച്ചു. ഞാനതാണ് പറഞ്ഞത്, എന്നെ സ്വാഗതം ചെയ്യുന്നു. കൗൺസിലർക്ക് നന്നായിട്ട് പ്രവർത്തിക്കാൻ ഈ ഓഫീസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കഴിയട്ടെ എന്ന് ഞാൻ എല്ലാ ഭാവുകങ്ങളും നേരുകയാണ്. MLA എന്ന നിലയിൽ സഹായിക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കാൻ തയ്യാറാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ശാസ്തമംഗലം വാർഡിലെ വിവിധ പ്രവർത്തനങ്ങൾ MLA കൂടി നിർവഹിക്കുകയാണ്. ഇപ്പോൾ ശ്രീരംഗം ലൈൻ അവിടെ ഇപ്പോൾ ഞങ്ങൾ BMBC നിലവാരത്തിൽ റോഡ് അറിയുകയാണ്. ഇവിടുത്തെ പല സീവേജ് ലൈനുകളുടെയും വർക്ക് ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് ഞങ്ങൾ ഇടപെടുകയാണ്. എൻ്റെ ഫേസ്ബുക്കോ മറ്റ് പേജുകളോ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിലെല്ലാം തന്നെ വികസന ചിത്രങ്ങളും മറ്റു കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ അത് പലപ്പോഴും ചില ആളുകൾ അതിനെ വിമർശിച്ചിട്ടുണ്ട്. MLA രാഷ്ട്രീയ വിവാദങ്ങളിൽ മറുപടി പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അന്നൊക്കെ പറഞ്ഞൊരു കാര്യം, വിവാദങ്ങൾ ഉണ്ടാക്കലല്ലല്ലോ ഞങ്ങളുടെ ലക്ഷ്യം. ജനങ്ങൾ ഞങ്ങളെ തിരഞ്ഞെടുത്തത് വികസന കാര്യങ്ങൾ നിർവഹിക്കാനാണ്. അതിന് ഉള്ള അവസരമായിട്ടാണ് ഞാനിതിനെ കണ്ടത്. അതുകൊണ്ടാണ് അനാവശ്യമായ ഒരു വിവാദത്തിലേക്ക് ഞങ്ങൾ ചെന്ന് ചാടിയിട്ടുമില്ല, ചാടാൻ ഉദ്ദേശിക്കുന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ശാസ്തമംഗലത്തെ ജനങ്ങൾക്ക് കൂടി വേണ്ടിയാണ് ഈ MLA ഓഫീസ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ എല്ലാ ആളുകളെയും ഒരുമിച്ച് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ രണ്ട് പാർട്ടിയിൽപ്പെട്ട ആളുകൾ ഇവിടെ വന്നു കഴിഞ്ഞാലും മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല, അവരുടെ നേതാക്കൾ വന്നു കഴിഞ്ഞാൽ അവിടെയാണ് ഒരു തെറ്റിദ്ധാരണ ഉള്ളത്. ഇപ്പം ഞാൻ MLA എന്ന സമയത്ത് ഭൂരിപക്ഷം കിട്ടി തന്നെയാണ് MLA ആവുന്നത്. പക്ഷെ അതുകൊണ്ട് എനിക്കെതിരെ വോട്ട് ചെയ്ത ആളുകളുടെ കൂടി MLA ആണ് ഞാൻ. ജനപ്രതിനിധി ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രീയം വെച്ച് പുലർത്തേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു മനോഭാവത്തിലേക്ക് എല്ലാവരും വരണം. അതാണ് ഞാൻ പറഞ്ഞത്, ജനങ്ങൾ വരുന്നത് ജനപ്രതിനിധിയുടെ അടുത്താണ്, ഇന്ന പാർട്ടിയുടെ ആളിൻ്റെ അടുത്തല്ല. അപ്പോൾ ഞങ്ങളെ കാണാൻ വരുന്നതിൽ മറ്റു പാർട്ടിക്കാരും ഉണ്ട്. അപ്പോൾ അവരുടെയും ന്യായമായിട്ടുള്ള കാര്യങ്ങൾ നടത്തി കൊടുക്കുക എന്നതാണ് നമ്മുടെ ചുമതല. അത് അങ്ങനെയാണ് കാണേണ്ടത്. അങ്ങനെ കണ്ടതുകൊണ്ടാണ് കഴിഞ്ഞ 7 വർഷം ഒരു പ്രശ്നം ഇവിടെ ഇല്ലാത്തത്. അപ്പോൾ ആ നിലയിൽ സഹവർത്തിത്വത്തോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കും. അത്രമാത്രമേ ഞങ്ങൾ പറഞ്ഞുള്ളൂ. ഈ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുണ്ടായ KSRTC ബസ് വിവാദം, മേയർ VV രാജേഷിൻ്റെയും ഗതാഗത മന്ത്രിയുടെയും ഒക്കെ തന്നെയും പ്രതികരണങ്ങൾ, അങ്ങ് നഗരസഭ മേയറായിരുന്ന ആൾ കൂടിയാണ്, എന്താണ് ഇക്കാര്യത്തിലെ നിലപാട്? അല്ല, തീർച്ചയായിട്ടും ഇപ്പോൾ ഞാൻ മേയറാവുന്നതിന് മുമ്പ് ശ്രീമതി ചന്ദ്രിക മേയറായിരുന്ന സമയത്ത് ജവഹർലാൽ നെഹ്റു അർബൻ റിന്യൂവൽ മിഷൻ, അന്നത്തെ UPA ഗവൺമെൻറ്റിൻ്റെ ഇത്തരമൊരു സ്കീമാണ്. അതും പ്രകാരവും ബസ് അനുവദിച്ചിരുന്നു. അപ്പോൾ ആ ബസ്സുകളും ഞങ്ങൾ KSRTC തന്നെയാണ് ഏൽപ്പിച്ചത്. കാരണം നഗരസഭയ്ക്ക് സ്വന്തമായിട്ട് ബസ് ഓട്ടിക്കാനുള്ള വൈദഗ്ധ്യം ഇല്ലല്ലോ. അപ്പോൾ അത് വൈദഗ്ധ്യമുള്ള ആളിനെ ഏൽപ്പിച്ച് ആ കാര്യങ്ങൾ നിർവഹിച്ചു എന്നുള്ളതാണ്. സ്മാർട്ട് സിറ്റി കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ തന്നെയായിരുന്നു മേയർ. ആ പ്രോജക്റ്റ് കൊണ്ടുവരുന്നതും അതിൻ്റെ വിഹിതങ്ങൾ നിശ്ചയിക്കുന്നതും നഗരത്തിൻ്റെ ഗതാഗത മേഖല പരിഷ്കരിക്കുന്നതിനും ഒക്കെ നടപടിയെടുക്കുകയും DPR അപ്രൂവ് ചെയ്യുകയും ഒക്കെ ചെയ്തത് ആ സമയത്താണ്. പിന്നീട് ആര്യ വന്നപ്പോഴാണ് അതിൻ്റെ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ഘട്ടം എത്തിയത്. അപ്പോൾ അത് നഗരത്തിലെ ജനങ്ങൾക്കും പ്രയോജനപ്പെടണം, പുറത്തുള്ള ജനങ്ങൾക്കും പ്രയോജനപ്പെടണം. നഗരത്തിനകത്ത് മാത്രമേ ബസ് ഓട്ടിക്കാവൂ എന്ന ശാഠ്യമൊന്നും നമുക്ക് പിടിക്കേണ്ട കാര്യമില്ല. നഗരത്തിലുള്ളവർക്ക് പുറത്തോട്ട് പോകണ്ടേ? കാരണം ഗതാഗത മന്ത്രി പറഞ്ഞതുപോലെ ബസ് സർക്കാരിൻ്റെതാണ്, ടിക്കറ്റിംഗ് മെഷീൻ സർക്കാരിൻ്റെതാണ്, ഡ്രൈവർ സർക്കാരിൻ്റെതാണ്. 113 ബസ്സുകൾ പിൻവലിച്ചാൽ 150 ബസ്സുകൾ പകരം ജനത്തിന് നൽകുമെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഒരു കൃത്യമായിട്ടുള്ള നിലപാട് നമ്മൾ അവിടെയും കണ്ടു എന്നുള്ളത് കൂടി തീർച്ചയായിട്ടും. കാരണം ഇത് പല ആളുകളും ചിത്രീകരിക്കുന്നത് ഇത് പൂർണ്ണമായിട്ടും കേന്ദ്ര പദ്ധതിയാണ് എന്നുള്ള നിലയ്ക്കാണ്. അങ്ങനെയല്ല, മിനിസ്റ്റർ അത് വ്യക്തമാക്കിയതാണ്. ഞാൻ സ്മാർട്ട് സിറ്റിയുടെ DPR തയ്യാറാക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആദ്യ മാനദണ്ഡം എന്താ? സ്മാർട്ട് സിറ്റി അനുവദിക്കാനുള്ള മത്സരത്തിൽ പങ്കെടുക്കണമെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ് ഇതിൻ്റെ പകുതി പണം ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി നൽകണം എന്നുള്ള എഗ്രിമെൻ്റ് വെക്കണം. സംസ്ഥാന ഗവൺമെൻറ് ബഡ്ജറ്റിൽ അത് പ്രഖ്യാപിച്ച് അങ്ങനെയാണ് സ്മാർട്ട് സിറ്റിയിൽ ഉൾപ്പെടാൻ കഴിയുന്നത്. അപ്പോൾ 500 കോടി നമ്മൾ എത്ര രൂപയുടെ പ്രോജക്റ്റാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ 50% ഗവൺമെൻറ് വഹിക്കണം. അതാണ് അതിൻ്റെ ഗൈഡ് ലൈൻ എന്ന് പറയുന്നത്. ആ ഗൈഡ് ലൈൻ പ്രകാരം മത്സരം നടത്തി ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള നഗരങ്ങളുമായിട്ട് മത്സരിച്ചിട്ടാണ് സ്മാർട്ട് സിറ്റിയിൽ ഞങ്ങൾ 1ാം സ്ഥാനത്തോടു കൂടി നേടിയെടുക്കുന്നത്. അപ്പോൾ അത് ഈ നാട്ടിൽ ജനങ്ങളെല്ലാം പങ്കെടുത്തതാണ്. അപ്പോൾ അത് കേന്ദ്ര പദ്ധതി മാത്രമല്ല, അത് സംസ്ഥാന വിഹിതം 50% നഗരസഭയുടെ വിഹിതമുണ്ട്, ബാക്കി 50% കേന്ദ്ര ഗവൺമെൻറ് വിഹിതമുണ്ട്. ഇതിനെ പ്രയോജനപ്പെടുത്തിയാണ്.
അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് വിഹിതവും സംസ്ഥാന വിഹിതവും കൂടി ചേർത്ത് വയ്ക്കുമ്പോൾ അത് നഗരസഭയുടെ ആളുകൾക്ക് മാത്രം പ്രയോജനപ്പെടണം എന്ന ഒരു അഭിപ്രായം എനിക്കില്ല. നഗരപ്രാന്തത്തിലുള്ളവർക്കും മറ്റുള്ളവർക്കും ഇങ്ങോട്ടേക്ക് വരാനുള്ള സൗകര്യം ഉണ്ടാകണം, നമ്മുടെ ആളുകൾക്ക് അങ്ങോട്ട് പോകാനുള്ള സൗകര്യം ഉണ്ടാകണം. അപ്പോൾ ഈ നിലയിൽ ചിന്തിച്ച് അത് പരിഹരിക്കണമെന്നുള്ളത് തന്നെയാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ MLAക്ക് എത്ര രൂപയാണ് ഒരു മാസം കിട്ടുന്നത്, ഓരോ MLAമാർക്കും എത്ര രൂപ പ്രതിമാസം കയ്യിൽ കിട്ടും എന്നുള്ളത് സംബന്ധിച്ച് വലിയ ചർച്ചകൾ അങ്ങയുടെ ഈ കെട്ടിടമുറിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഉയർന്ന ഘട്ടത്തിലുണ്ടായിരുന്നു. അങ്ങ് ചില ഡോക്യുമെൻറ്റ്സ് ഒക്കെ തന്നെയും ഹാജരാക്കിക്കൊണ്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് കൃത്യമായി അത് പറയുകയും ചെയ്തു. അക്കാര്യത്തിൽ വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്, ആ വിവരങ്ങൾ ഒന്നുകൂടി പ്രേക്ഷകർക്ക് വേണ്ടി പറയാൻ കഴിയും? അല്ല, MLAമാരുടെ സാലറിയും മറ്റു കാര്യങ്ങളൊക്കെ ചർച്ചയ്ക്ക് വന്നത് വളരെ സ്വാഗതാർഹമാണ്. കാരണം ഇന്ത്യ രാജ്യത്ത് ഏതാണ്ട് 15-ലധികം സംസ്ഥാനങ്ങൾ നമ്മളെക്കാൾ വലിയ തുകയാണ് കൊടുക്കുന്നത്. തമിഴ്നാട് പോലും ഏതാണ്ട് 1 ലക്ഷത്തിന് മുകളിൽ തുക MLAമാരുടെ അലവൻസ് ആയിട്ട് നൽകുന്നുണ്ട്. കേരളം കഴിഞ്ഞാൽ പിന്നെ 5-6 സംസ്ഥാനം കൂടെ ഉള്ളൂ ഇതിനേക്കാൾ ചെറിയ എമൗണ്ട് ഉള്ള. സിക്കിം പോലുള്ള ഇന്ത്യയിലെ ചെറിയ സംസ്ഥാനങ്ങൾ മാത്രമാണ് കുറച്ചെടുക്കുക. അപ്പോൾ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കുറവ് അലവൻസും കാര്യങ്ങളുമുള്ള സംസ്ഥാനം കേരളമാണ്. അപ്പോൾ അതിൽ MLAമാർക്ക് എല്ലാ ഷെയറും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നത് 70,000 രൂപയാണ്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇന്ധന അലവൻസും നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവിടെ ശ്രമിച്ചത് എന്താ, 25,000 രൂപ വാടക ഇനത്തിൽ നിയമസഭയിൽ നിന്നും കൈപ്പറ്റിയിട്ട് കുറഞ്ഞ വാടകയ്ക്ക് ഈ മുറി 872 രൂപയ്ക്ക് മുറി എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ആക്ഷേപം. യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബൈ ഇലക്ഷനിലൂടെ MLA ആയ സമയത്ത് ഈ സ്ഥലം കണ്ടെത്തി നഗരസഭയോട് ആവശ്യപ്പെട്ടു. ഈ സ്ഥലം നഗരസഭയുടെ അനുവാദത്തിന് വേണ്ടി ആവശ്യപ്പെട്ടു. നഗരസഭ ജനപ്രതിനിധി എന്ന നിലയ്ക്ക് കുറഞ്ഞ നിരക്കിൽ വാടക നിശ്ചയിച്ച് നൽകി. ഇപ്പോൾ MLA ഹോസ്റ്റലിന് വാടകയുണ്ട്, 50 രൂപയാണ് വാടക, പ്രതിമാസം 50 രൂപയാണ് വാടക. എന്താ കാര്യം? അത് ജനപ്രതിനിധികളുടെ വാസസ്ഥലമാണ്. കൗൺസിലർമാർക്ക് റൂമുണ്ടല്ലോ, വാടക ഇല്ല. അത് പ്രതിപക്ഷ MLAമാർക്കും കൃത്യമായിട്ട് അറിയാം. ഈ പറയുന്ന പ്രതിപക്ഷ MLAമാർക്ക് അടക്കം അറിയാം 50 രൂപയാണ് നിയമസഭാ ഹോസ്റ്റലിന്റെ വാടക. അങ്ങനെയാണെങ്കിൽ ഇവരെല്ലാം 25,000 രൂപ എഴുതി വാങ്ങിച്ചിട്ട് 50 രൂപയ്ക്കാണ് അവിടെ ഇരിക്കുന്നതെന്ന് നമുക്ക് ഉടനെ ചോദിക്കാമല്ലോ. പക്ഷെ ഇവിടെ ഒരു ദുഷ്ടലാക്ക് പ്രവർത്തിക്കുകയാണ്. വട്ടിയൂർക്കാവിലെ MLAക്കെതിരെ ഇതുവരെ ഒരു ആക്ഷേപവും ആരോപണവും ഉയർന്നു വന്നിട്ടില്ല. അപ്പോൾ വ്യക്തിഹത്യ നടത്താനുള്ള ഒരു ശ്രമം അവിടെ അവർ ആരംഭിക്കുകയാണ്. അപ്പോൾ ഇതൊരു ഗൂഢാലോചന നടക്കുകയാണ്. BJPയും കോൺഗ്രസും ഒരുമിച്ച് നിന്നുകൊണ്ട് MLA ഈ നിലയിൽ അപഹസിക്കാൻ, താഴ്ത്തി കാണിക്കാൻ ഒരു ആരോപണം ഉന്നയിക്കുന്നു. ശബരിയുടെയൊക്കെ സ്റ്റേറ്റ്മെന്റ് നമ്മളന്ന് കണ്ടത്. അതെ, ഇവിടെ ഒരാള് വിവരാവകാശ നിയമം കൊടുത്ത് കൃത്യമായ വിവരം നിയമസഭാ സെക്രട്ടറി തരികയാണ്. ഞാൻ തന്നെ പത്രസമ്മേളനം വിളിച്ചിട്ട് ഞാൻ ഒപ്പിടുന്ന ബിൽ കോപ്പിയാണ് പത്രപ്രവർത്തകരെ കാണിച്ചത്. അതെ, ഒപ്പിട്ട് വാങ്ങുന്ന ബിൽ കോപ്പി ഇതാണ്, ഇതിനകത്ത് അതുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നു പറഞ്ഞു. ആരും ചൂണ്ടിക്കാണിച്ചില്ല. വിവരാവകാശ നിയമപ്രകാരമുള്ള മറുപടി വന്നു, വാടക അലവൻസ് ഇല്ല. എന്നിട്ട് പോലും ചില ആളുകൾ ഇത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് കാണിക്കുന്ന എന്തിനാ? വ്യക്തിഹത്യ നടത്തി വട്ടിയൂർക്കാവ് ഒരു അട്ടിമറിക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കുകയാണ്. അപ്പം ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം, വട്ടിയൂർക്കാവിൽ നടത്തുന്ന വികസനങ്ങൾ ജനങ്ങളുടെ മുമ്പിലുണ്ട്. വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനം ഏതാണ്ട് 500-600 കോടി രൂപയോളം ഗവൺമെൻറ് ചെലവിടുകയാണ്. സ്ഥലമൊക്കെ ഏറ്റെടുത്തു, അതിൻ്റെ കല്ലിടാൻ പോവുകയാണ്. പേർക്കടയുടെ മേൽപ്പാലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ വികസനങ്ങൾ ജനങ്ങളുടെ മുമ്പിലുണ്ട്. ഇത് മായ്ക്കാൻ വിവാദം കൊണ്ട് കഴിയുമോ എന്നുള്ളതാണ് ഇവർ പരിശ്രമിക്കുന്നത്. അത് നടക്കില്ല എന്നുള്ളതാണ് അവരോട് എനിക്ക് വളരെ വിനയപരിസരം പറയാനുള്ളത്. LDFിൽ നിന്ന് കൃത്യമായി സീറ്റ് BJPക്ക് തിരിച്ചുപിടിച്ച് അവിടെ R ശ്രീലേഖയെ മത്സരിപ്പിച്ച് അതുവഴി ഒരു അട്ടിമറി ജയം നേടുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം എന്നുള്ളതാണ് അങ്ങ് അനുമാനിക്കുന്നത്. അല്ല, ആയിരിക്കാം. BJPയും കോൺഗ്രസും ആ നിലയിൽ ഒരു ഗൂഢാലോചന നടത്തുന്നുണ്ട്. ഇപ്പോൾ നഗരസഭാ ഭരണം അട്ടിമറിക്കാൻ കോൺഗ്രസ് പലയിടത്തും വിട്ടുവീഴ്ച ചെയ്തല്ലോ. ഇപ്പോൾ നമ്മുടെ ചില മേഖലകൾ പരിശോധിച്ചാൽ അറിയാം, അവിടെയെല്ലാം കോൺഗ്രസ് ദയനീയമായി പോവുകയും ആ വോട്ട് BJPയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒരു അന്തർധാര BJPയും കോൺഗ്രസും തമ്മിൽ പല സ്ഥലങ്ങളിലും ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. കേരളത്തിലെ ജനങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. കോൺഗ്രസ്സിന് വോട്ട് ചെയ്ത ചില ആളുകൾ പോലും ഇപ്പം മാറി ചിന്തിച്ചു തുടങ്ങി. ഞങ്ങളുടെ കോൺഗ്രസ്സിന് മതേതരത്വം സംരക്ഷിക്കാൻ കഴിയാത്തൊരു സ്ഥിതി വന്നിരിക്കുന്നു. BJPയിലേക്ക് വിജയം പോകുന്നൊരു സ്ഥിതി പല സ്ഥലങ്ങളിലും വന്നു. അത് ജനങ്ങളിപ്പോൾ ചിന്തിക്കുകയാണ്. അപ്പോൾ കോൺഗ്രസ് BJP അന്തർധാര ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ ജനങ്ങൾ നിയമസഭയിൽ നേരത്തെ പറ്റിയ പോലെ ആയിരിക്കില്ല ചിന്തിക്കുക. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല. BJPയും കോൺഗ്രസും ആരെ നിർത്തിയാലും മണ്ഡലത്തിലെ വികസന കാര്യങ്ങൾ ഞങ്ങൾ നന്നായിട്ട് ഇടപെട്ടിട്ടുണ്ട്. ജനങ്ങൾക്കിടയിൽ സജീവമായിട്ട് ഇടപെടുന്നുണ്ട്. അത് വെച്ചിട്ട് ഞങ്ങൾക്ക് ജയിക്കാനുള്ള വോട്ട് ഞങ്ങൾ നേടും. പക്ഷേ MLA അപ്പോഴും അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ പോലും അങ്ങ് മേയറായിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഇപ്പോൾ NDA അവിടുത്തെ പ്രധാന ഭരണകക്ഷിയായി വന്നിരിക്കുന്നു.
പല വോട്ട് ബാങ്കുകളിലടക്കം NDAയുടെ നിർണായക സ്വാധീനം നമ്മൾ കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ കുറേ നാളുകളായി കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ചില വാർഡുകൾ കേന്ദ്രീകരിച്ച് LDFിൽ നിന്ന് അവിടെ NDA അത് പിടിച്ചെടുക്കുന്ന സാഹചര്യം പോലും ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ 50 സീറ്റ് എന്നുള്ള ഒരു നിലയിലേക്ക് അവർ ഇത്തരത്തിൽ അവരുടെ സ്വാധീനം വർദ്ധിപ്പിച്ചത് അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? അതോടൊപ്പം LDF തിരുത്തേണ്ട ഘട്ടങ്ങളിൽ കൃത്യമായി തിരുത്തി മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നു എന്നുള്ളൊരു ഒരു പ്രതികരണം അങ്ങേക്കുണ്ടോ? അല്ല, തീർച്ചയായിട്ടും തോൽവിക്ക് പല കാരണങ്ങളുണ്ടല്ലോ. അത് ഞങ്ങളുടെ പാർട്ടി കൃത്യമായിട്ട് വിലയിരുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികളിലേക്ക് ഞങ്ങൾ നീങ്ങിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ LDFിൻ്റെ വോട്ട് കുറയുകയല്ല ചെയ്തത്. ഞങ്ങൾ തോൽക്കുമ്പോൾ പോലും വോട്ട് ഷെയർ കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഞങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ ചില അടിസ്ഥാനപരമായിട്ടുള്ള വിഷയങ്ങൾ പാർട്ടി കണ്ടെത്തിയിട്ടുണ്ട്, ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഞങ്ങൾ തിരുത്തി മുന്നോട്ട് പോകും എന്നുള്ളതാണ്. അപ്പോൾ BJP ശക്തി പ്രാപിക്കുന്നു എന്നുള്ളൊരു അഭിപ്രായം ഞങ്ങൾക്കില്ല. കാരണം തിരുവനന്തപുരത്ത് ഓരോ ഇലക്ഷനും ഓരോ സ്വഭാവമാണ്. പാർലമെൻറ്റ് ഇലക്ഷൻ ഒരു സ്വഭാവം, നിയമസഭ ഇലക്ഷൻ ഒരു സ്വഭാവം, നഗരസഭ ഇലക്ഷൻ ഒരു സ്വഭാവം. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ടാണ് ആളുകൾ ചിന്തിക്കുന്നത്. അപ്പോൾ ചില വിവാദങ്ങൾ കൂടി അതിന് മേമ്പടിയായിട്ട് ഇട്ട് കൊടുത്തു. അത് തൽക്കാലിക വിജയം നേടാൻ അവർക്ക് സാധിച്ചു. ഞങ്ങളെ സംബന്ധിച്ച് അതെല്ലാം മറികടന്ന് മുന്നോട്ട് വരാനുള്ള പ്രവർത്തനം ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അടുത്ത 2-3 മാസക്കാലം കൊണ്ട് ഈ ഉണ്ടായ വീഴ്ചകൾ പരിഹരിച്ച് ഞങ്ങൾ വീണ്ടും ഒരു തുടർഭരണത്തിലേക്ക് വരും. ഒരു തുടർഭരണം വന്നതിൻ്റെ ഗുണം ജനം അനുഭവിക്കുകയാണ്. കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾ ഓരോന്നോരോന്നായി സാക്ഷാത്കരിക്കപ്പെടുന്നു, വിഴിഞ്ഞം ഉൾപ്പെടെ. അപ്പോൾ ഇത് തുടർഭരണം വന്നതിൻ്റെ നേട്ടമാണ് എന്ന് ജനം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇച്ഛാശക്തിയുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ കഴിവുള്ള ഒരു ഗവൺമെൻറ് തുടരട്ടെ എന്നായിരിക്കും ജനം ചിന്തിക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വൈകാതെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കാഹളം മുഴങ്ങും. വട്ടിയൂർക്കാവിൽ പാർട്ടി പറഞ്ഞാൽ, ഞാൻ ആ വാക്ക് ഊന്നി പറയുന്നത് അതുകൊണ്ടാണ്, CPIM LDF ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമോ? അത് തീർച്ചയായിട്ടും. അതെല്ലാം ഞങ്ങളെ സംബന്ധിച്ച് പാർട്ടിയാണ് അത്തരം തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. മത്സരിക്കണോ വേണ്ടയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്ഥാനം വഹിക്കണോ എന്നുള്ളതൊക്കെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. ആ തീരുമാനം അനുസരിച്ച് മുന്നോട്ട് പോകും തീർച്ചയായിട്ടും. അത് ഏതാണ്ട് 1568 കോടി രൂപയോളം ഈ മണ്ഡലത്തിൻ്റെ 26 വാർഡുകളിലായിട്ട് ചെലവഴിക്കുകയാണ്. അപ്പോൾ ഈ LDF ഗവൺമെൻറ് അല്ലെങ്കിൽ ഇത് നടക്കൂ? കഴിഞ്ഞ 40 വർഷമായിട്ട് ജനങ്ങൾ ആഗ്രഹിക്കുകയാണ് വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനം വരണം. അതിന് നമ്മുടെ ഗവൺമെൻറ് പണം അനുവദിച്ചു. 546 കോടി രൂപ ഇതിനോടകം വിതരണം ചെയ്തു കോമ്പൻസേഷനായിട്ട്. ഭൂമി മുഴുവൻ ഏറ്റെടുത്തു. ഇപ്പോൾ ധനകാര്യ അനുമതി കിട്ടിയിരിക്കുകയാണ്, ടെൻഡർ ഘട്ടത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് ഈ മാറ്റം സർക്കാർ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതിന് നേതൃത്വം കൊടുക്കാൻ MLA എന്ന നിലയിൽ എനിക്ക് സാധിച്ചു എന്നുള്ളത് ഞാൻ അഭിമാനകരമായിട്ടൊരു കാര്യമായിട്ട് കാണുന്നു. വട്ടിയൂർക്കാവിലെ ജനങ്ങൾ ഇത് നന്നായിട്ട് കാണുന്നുമുണ്ട്. എവിടെ തിരിഞ്ഞാലും വികസന പരിപാടികളുണ്ട്. ഓരോ വാർഡിലും നടത്തിയ പ്രവർത്തനങ്ങൾ എണ്ണി പറയാൻ കഴിയാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതെല്ലാം വോട്ടായി വരുമെന്നുള്ളതിനെ ഞാൻ പ്രതീക്ഷിക്കുന്നു. നഗരസഭാ മേയർ VV രാജേഷുമായി സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് പാർട്ടി നോക്കാതെ 101 വാർഡുകളിലും കൃത്യമായി വികസനം ഉറപ്പാക്കും എന്നുള്ളത് തന്നെയാണ്. മേയറായി ചുമതല ഏറ്റെടുത്ത ശേഷം അദ്ദേഹമായിട്ട് സംസാരിച്ചിരുന്നോ? മുൻ മേയർ എന്നുള്ള നിലയ്ക്ക് കാര്യങ്ങൾ ആശയവിനിമയം നടത്തുകയൊക്കെ ചെയ്തോ? തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ ചെയ്തത് അത് തന്നെയാണ്. ഇപ്പോൾ BJP കൗൺസിലർമാരുടെ വാർഡുകളിൽ വികസനം ഇല്ലെന്ന് പറയാൻ വേണ്ടി കഴിയില്ല. കാരണം എന്താ, നേരത്തെ ഇരുന്ന LDF ഭരണസമിതികൾ വളരെ കൃത്യമായി ഇത് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഈ പറയുന്ന 35 വാർഡുകളിലും ഞാൻ ഇരുന്ന സമയത്തും വളരെ കൃത്യമായ കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ അവിടെയുള്ളതും ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രീയം നോക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും വികസനം എത്തണം. അവിടെ ജയിച്ച കൗൺസിലർമാരുടെയും ഉത്തരവാദിത്വം റോഡുകൾ നന്നാക്കലും ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യലും ഒക്കെയാണ്. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള തുകയടക്കം അന്ന് ഞങ്ങൾ നിശ്ചയിച്ചതാണ്. ഓരോ വാർഡിലും കുറഞ്ഞത് ഇത്ര രൂപ എങ്കിലും അവിടെ ലഭിക്കണം എന്ന് തീരുമാനമെടുക്കുന്നത് ഞാൻ മേയറായിരിക്കുമ്പോഴാണ്. അപ്പോൾ അങ്ങനെ 100 വാർഡുകളിലും തുല്യമായിട്ടുള്ള വികസനം നടത്താൻ ഈ പുതിയ ഭരണസമിതിക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ CPMൻ്റെ പ്രധാനപ്പെട്ട നേതാവ് കൂടിയായിട്ടുള്ള മുൻ നഗരസഭാ മേയർ ആര്യ രാജേന്ദ്രനെതിരെ വലിയ തോതിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉയർന്നു കേട്ടതാണ്. അതിനെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, നമുക്കിപ്പോൾ തോൽവി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ കാരണങ്ങൾ പരിശോധിക്കപ്പെടും. അത് പറയേണ്ട സ്ഥലത്ത് പറയുക എന്നുള്ളതിനപ്പുറത്തേക്ക് പുറത്ത് അത് സംസാരിക്കേണ്ട കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തോൽവി ഉണ്ടായി, ഞങ്ങൾ അംഗീകരിച്ചു. ഞങ്ങളുടെ പാർട്ടി അതിൻ്റെ കാരണങ്ങളെ സംബന്ധിച്ച് കൃത്യമായി വിലയിരുത്തിയിട്ടുണ്ട്. ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ആരുടെയെങ്കിലും ഒരാളിൻ്റെ പ്രശ്നമാണെന്നൊന്നും പറയാൻ വേണ്ടി കഴിയില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരാളിൻ്റെ പ്രശ്നമല്ല, ചില വിവാദങ്ങളും മറ്റു ചില പ്രശ്നങ്ങളും ഒക്കെ ആ സമയത്ത് കൃത്യമായിട്ട് വന്നു. അത് ജനങ്ങളെ സ്വാധീനിക്കുന്ന ഒരു സ്ഥിതി വന്നു. അതിൻ്റെ ഭാഗമായിട്ട് പരാജയപ്പെട്ടു എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് പരസ്പരമുള്ള അത്തരം ആരോപണങ്ങൾ അതാത് പാർട്ടി ഫോറങ്ങളിൽ ഉന്നയിക്കുക, തിരുത്തുക എന്നുള്ളതാണ് ഞങ്ങൾ എടുക്കുന്ന നിലപാട്. ശബരിമല സ്വർണ്ണക്കൊള്ള കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. മുൻ ദേവസ്വം ബോർഡിൻ്റെ മന്ത്രിയെയും അധ്യക്ഷനെയും
മുൻ പ്രസിഡന്റുമാരെയൊക്കെ തന്നെയും ചോദ്യം ചെയ്തു. തുടർ നടപടികൾ SIT സംഘം സ്വീകരിക്കുകയൊക്കെ ചെയ്തു. എന്താണ് ഈ വിഷയത്തോടുള്ള അങ്ങയുടെ പ്രതികരണം? അല്ല, അത് മുന്നണിയും പാർട്ടിയും മുഖ്യമന്ത്രിയും ഒക്കെ വളരെ വ്യക്തമായി അത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണമാണ് നടക്കുന്നത്. അത് വളരെ സുദീർഘമായി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പ്രതിപക്ഷത്തുള്ള ആളുകളുടെ അടുത്തേക്ക് ചെന്നപ്പോഴാണ് പരിഭ്രാന്തി ഉയരുന്നത്. അതിൽ പാർട്ടി ഇടപെടുന്നു, നിയമിച്ച ഉദ്യോഗസ്ഥർ പാർട്ടി സ്വാധീനത്തിൽ വരുന്നവരാണ്, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവിടെ മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ സോണിയാഗാന്ധിയുടെ അടുത്ത് അടക്കം പോയി സ്വർണ്ണ അണിയിച്ചു കൊടുക്കുന്ന ചിത്രമൊക്കെ വന്നതാണല്ലോ. അപ്പോൾ അതടക്കം അന്വേഷിക്കട്ടെ. പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയുമായി ബന്ധമുള്ള ആരെങ്കിലും ഇതിനകത്ത് പ്രതികളാക്കി പെടുകയാണെങ്കിൽ, അവർക്കെതിരെ കുറ്റപത്രം വരികയാണെങ്കിൽ പാർട്ടി ആ സമയത്ത് നടപടിയിലേക്ക് പോകും. ആരെയും കുറ്റക്കാരെ സംരക്ഷിക്കില്ല എന്നുള്ള നിലപാടാണ് ഗവൺമെൻറ്റും മുന്നണിയും മുഖ്യമന്ത്രിയൊക്കെ എടുത്തിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന പ്രസ്താവനകൾ അക്ഷരാർത്ഥത്തിൽ CPM-നെ വെട്ടിലാക്കുന്നതാണ്. വെള്ളാപ്പള്ളി യഥാർത്ഥത്തിൽ CPM-ന് ബാധ്യതയായി മാറുന്നുണ്ട്. അല്ല, അങ്ങനെ ഒരു അഭിപ്രായമല്ല. അദ്ദേഹം വളരെ ശരിയായ നിലപാടുകൾ പലതിലും എടുത്തിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ അദ്ദേഹം തെറ്റായ നിലപാടുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ പാർട്ടി സെക്രട്ടറി പറഞ്ഞതുപോലെ ആ തെറ്റായ നിലപാടുകളെ ഞങ്ങൾ തള്ളിക്കളയുന്നു. അപ്പോൾ അദ്ദേഹം കേരളത്തിലെ ഒരു പ്രമുഖ സമുദായിക സംഘടനയുടെ നേതാവ് എന്ന നിലയിൽ കേരളത്തെ മുന്നോട്ട് നയിക്കുന്ന കാര്യത്തിൽ ഇടപെടുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ആ മേഖലയിലുള്ള ഇടപെടലുകളെയാണ് ഞങ്ങൾ അംഗീകരിക്കുന്നത്. അദ്ദേഹം നടത്തിയിട്ടുള്ള വിവാദങ്ങൾ ആ നിലയ്ക്ക് തള്ളിക്കളയുന്നു എന്നുള്ളത് പാർട്ടി വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ആ അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. NSS അടക്കമുള്ള സാമുദായിക സംഘടനകൾ സ്വീകരിക്കുന്ന നിലപാടുകൾ അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? പ്രത്യേകിച്ച് ഇന്നിപ്പോൾ മന്നം ജയന്തിയുടെ ആഘോഷം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ജനറൽ സെക്രട്ടറി തന്നെ പറഞ്ഞു സമദൂരവും ശരിദൂരവും ഏതൊക്കെ കാര്യങ്ങളിലാണ് അവർക്കുള്ളത് എന്നുള്ള കാര്യം. അതിനോട് MLA എന്നുള്ള നിലയ്ക്ക് CPM-ൻ്റെ നേതാവ് എന്നുള്ള നിലയ്ക്ക് അതിനെ എങ്ങനെ അങ്ങ് നോക്കിക്കാണുന്നു? അല്ല, അവരൊക്കെ ഞങ്ങളെ സംബന്ധിച്ച് അവരെല്ലാം ബഹുമാന്യരാണ്. ശ്രീ വെള്ളാപ്പള്ളി നടേശനായാലും ശ്രീ സുകുമാരൻ നായരായാലും പുന്നല ശ്രീകുമാറായാലും കേരളത്തിൻ്റെ സാമുദായിക നേതാക്കന്മാർ ഇപ്പോൾ നിർവഹിക്കേണ്ട റോൾ എന്താണോ അത് നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ ഓരോ വിഷയങ്ങൾ വരുമ്പോഴാണ് അതിനനുസരിച്ചുള്ള നിലപാടുകൾ എടുക്കുന്നത്. അപ്പോൾ അതിന് ഞങ്ങൾ അവരെയൊന്നും കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. വിഷയാധിഷ്ഠിതമായി അവർ പറയുന്ന കാര്യങ്ങളിൽ ഉൾക്കൊള്ളേണ്ടതുണ്ടെങ്കിൽ ഉൾക്കൊള്ളണം, തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തണം. അതാണ് പാർട്ടിയുടെ നിലപാട്. എൻ്റെ നിലപാട് അത് തന്നെയാണ്. മുഖാമുഖത്തിൽ വളരെ വിശദമായി കാര്യങ്ങൾ സംസാരിക്കുകയായിരുന്നു വട്ടിയൂർക്കാവ് MLA VK പ്രശാന്ത്. നിലവിലുണ്ടായിട്ടുള്ള വിവാദങ്ങളെക്കുറിച്ചും സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ചും അദ്ദേഹം നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. ഒരുപാട് സന്തോഷം. നന്ദി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.